ഇതിൻ്റെ മാസ്ക്, ട്യൂബ്, പവർ കോഡ്, അതിനകത്ത് ഫിൽറ്ററുണ്ട്. ഇത് മെഷീനാണ്, ഇത് അഡാപ്റ്റർ. നമ്മൾ മെഷീൻ അൺബോക്സ് ചെയ്യുകയാണ്. ഇതാണ് ഇതിൻ്റെ കോഡ് വയറും അഡാപ്റ്ററും. നമ്മുടെ സെയിം ലാപ്ടോപ്പിൻ്റെ പോലെ തന്നെ. ഇതിൻ്റെ ഈ മെഷീൻ്റെ ഈ പാർട്ട് ഇതുണ്ട്, ഒരു ഫ്ലാറ്റ് ഒരു റൗണ്ടാണ്. ഇത് നമ്മളിവിടെ മെഷീനെ കണക്ട് ചെയ്യുക. ഇതിൻ്റെ മറ്റേ അറ്റത്ത് ഈ കോഡ് വയറിൻ്റെ ഈ ഭാഗം കണക്ട് ചെയ്യുക. ഇത് പവർ പ്ലഗിൽ കൊടുക്കുക. ഇവിടെ ഒരു മൈക്രോ SD കാർഡുണ്ട്. നമ്മൾ അത് ഒന്നും ചെയ്യണ്ട, കാരണം വെച്ചാൽ നമ്മളത് ലാപ്പിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഡോക്ടർക്ക് അയച്ചു കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുക, അത് എടുക്കേണ്ട ആവശ്യമില്ല. എടുത്ത ലാപ്പിലൊന്നും ഇടണ്ട, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു സജഷനോട് കൂടി ചെയ്യുക. പിന്നെ ഇതൊരു ഫിൽറ്ററാണ്. അല്ലെങ്കിൽ നമ്മൾ ക്ലിപ്പ് അത് തുറന്നിങ്ങനെ എടുക്കാം. ഇതിനകത്തൊരു സ്പെയർ ഒരു റബ്ബർ ഇതുണ്ട്, ഇതിനകത്തൊരു ഫിൽറ്റർ ചെയ്യുന്നത് ബ്ലാക്ക് കളറിൽ, അത് സ്പെയർ ഇതിനകത്തുണ്ട്. അത് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഊരി ക്ലീൻ ചെയ്തിട്ട് ഇത് കളയുക, അല്ലെങ്കിൽ മറ്റേത് എടുത്തിടുക. നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ക്യാപ്പ് അടച്ചാൽ മതി. ഇതാണ് മോഡൽ നമ്പർ G2S B30VT. അതിൻ്റെ SN നമ്പറും ഉണ്ട്, BMC. പിന്നെ വേറെ ബോഡി ഡാമേജസ് ഒന്നുമില്ല. നമ്മൾ ഈ മെഷീന് വേറെ ഓൺ ഓഫ് സ്വിച്ച് ഒന്നുമില്ല. നമ്മൾ പവർ ഓൺ ആക്കുമ്പോൾ തന്നെ മെഷീൻ ഓൺ ആവുമേ. റീഡിങ് SD കാർഡ് കാണിക്കും, മെഷീൻ ഓണായി. ഇതാണ് അതിൻ്റെ ഹ്യൂമിഡിഫയർ. ഇതിങ്ങനെ നമ്മൾ വലിച്ചെടുക്കാം. ഇതിൻ്റെ തുറക്കുന്നതിനകത്ത് വെള്ളം ഇടുന്നതാണ്. നമ്മളിങ്ങനെ തുറന്നതിന് ശേഷം വെള്ളം ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. വെള്ളം ഇതിനകത്ത് ഇടുക. ഇട്ടതിന് ശേഷം ഇത് അടച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ ലെവലുണ്ട്, മാക്സിമം ഇവിടെ കാണിക്കുന്നുണ്ട്, മാർക്കിംഗ് ഉണ്ട്. ആ ലെവലിൽ വെള്ളം ഇടുക. ഇട്ടതിന് ശേഷം ഇതിങ്ങനെ അകത്തേക്ക് കയറ്റി വെക്കുക. പിന്നെ ഹ്യൂമിഡിഫയർ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്ലേറ്റ് ചൂടാകാനുള്ള ഇത് ഹീറ്റായിരിക്കും. അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ പ്ലേറ്റ് തൊടരുത്. പിന്നെ അതുപോലെ നമ്മൾ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ വെള്ളം ഈ ഹ്യൂമിഡിഫയറിനകത്ത് വെള്ളം ഇരിക്കുക ചെയ്യാൻ നമ്മൾ മെഷീൻ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റരുത്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞാൽ ഇതിനകത്തേക്കുന്ന വെള്ളം ഇതിൻ്റെ പാർട്ട് വഴി ഈ മെയിൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്നതുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് ഒരിക്കലും ചെരിക്കുക. നമ്മൾ ഇതിൻ്റെ പൊസിഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഹ്യൂമിഡിഫയറിനകത്ത് വെള്ളത്തോടു കൂടിയുള്ള പാർട്ട് മാറ്റിയതിന് ശേഷം മെഷീൻ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ തിരിച്ച് ലോഡ് ചെയ്യുക. നമ്മൾ ഈ മെഷീൻ്റെ ഇത് അലാമിൻ്റെ സ്വിച്ചാണ്. അലാമിൻ്റെ സ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ട്യൂബ് ഡിസ്കണക്റ്റിങ് അല്ലെങ്കിൽ കോഡ് അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ റീസൺ, അലാം അടിക്കുന്ന സമയത്ത് അവിടെ അതിൻ്റെ മേളിൽ അതിൻ്റെ റീസൺ എഴുതി കാണിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യുക. ആ റീസൺ എന്താണോ അത് നമ്മൾ ഈ സ്വിച്ചില്ലേ, നമ്മളിത് ജോയ്സ്റ്റിക്ക് പോലെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിലാണ് ഈ സ്വിച്ച് കൊണ്ടാണ് മെയിൻ നമ്മൾ ഈ ബാക്ക് അടിക്കുന്നതും ഓരോ ഓപ്ഷനിലേക്ക് പോകുന്നതല്ല. ഇതാണ് അതിൻ്റെ ഇത് ഓൺ. ഈ സെൻറ്ററിൽ കാണുന്ന ബ്ലാക്ക് സ്വിച്ച് അതിൻ്റെ ഓണും, ബാക്കിയുള്ള സ്വിച്ചുകൾ ഇത് നമുക്ക് ഇത് അപ്പ് ആൻഡ് ഡൗൺ ഉള്ള മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹ്യൂമിഡിഫയറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹ്യൂമിഡിഫയറിൻ്റെ ഈ കാണിക്കുന്ന 1 2 3 4 5 കാണിക്കുന്ന ഹ്യൂമിഡിഫയറിൻ്റെ സെറ്റിങ്സാണ്. ഓണായി കഴിഞ്ഞിട്ട് നമുക്ക് നോബ് ഹ്യൂമിഡിഫയർ വെച്ച് കൺട്രോൾ ചെയ്യാം. ഓഫ് ആണെങ്കിൽ ഹ്യൂമിഡിഫയർ നമുക്ക് നോക്കണമെങ്കിൽ ഇവിടെ പോവുക. പിന്നെ ഈ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ഹ്യൂമിഡിഫയർ ഉണ്ട്, ഇവിടെ നിന്നും നമുക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ 5-ലിട്ട്, ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് 5-ൽ കിടക്കും. ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ നോബ് ഹ്യൂമിഡിഫിക്കേഷൻ പോലെ യൂസ് ചെയ്യാം. എത്രയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത്ര യൂസ് ചെയ്യുമോ. ഹാർഡല്ല, സോഫ്റ്റ് കാണിച്ച പോലെ. ഇനി ഇത് മെഷീൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആക്കുമ്പോൾ നമ്മൾ സിംഗിൾ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഓൺ ആവും. ഇത് കഴിഞ്ഞിട്ട് സോഫ്റ്റ് സെറ്റിങ്സ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിലായിരുന്നു ആയോടെ അത് ഇപ്പോൾ ഇത് സോഫ്റ്റ് സെറ്റിങ്സിലോട്ട് കയറി. ഇതിപ്പോൾ ഇത് നമ്മുടെ സോഫ്റ്റ് സെറ്റിങ്സ്. ഇതിൽ ഹ്യൂമിഡിഫയർ മാറ്റാം, പിന്നെ ട്യൂബും ടൈം എല്ലാം നോർമൽ സെറ്റിങ്സ് എല്ലാം ഇതിലുണ്ട്. മാസ്ക് ടൈപ്പ്, ഐക്കോഡ് എപ്പോഴും ഐക്കോഡ് QR കിടക്കണം. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്ക് BMC കെയർസ് പറഞ്ഞ ഒരു ആപ്പുണ്ട്, BMC CARES. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് സ്കാൻ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ഡേറ്റ കിട്ടും. പിന്നെ ഈ കറക്കി ഈ പിങ്ക് എവിടെയാണ് വരുന്നത് അത് ബാക്കിലോട്ട് വരുമ്പോൾ മാറ്റുക. പിന്നെ യൂസ് ടൈം 0 കാണിക്കുന്ന പുതിയ മെഷീൻ്റെ അബൌട്ട് എല്ലാം ഇവിടെ ഉണ്ട്. ബാക്ക് പോകുമ്പോൾ ഇതിലോട്ട് വരും, ഹോമിലോട്ട് പോകുമ്പോൾ മെയിൻ സ്ക്രീനിൽ വരും.
പിന്നെ ഇത് സോഫ്റ്റ് സെറ്റിങ്സ് ഒരു സെറ്റിംഗ് കൂടെ ഉണ്ട് താഴെ ഈ റിപ്പോർട്ടിൻ്റെ. മെഷീൻ എത്ര നേരം യൂസ് ചെയ്ത് പീരിയഡ്, ഡേ, വീക്ക് എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. ഇതിൽ അത്ര മാത്രം കാണിക്കത്തുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് ഹോമിലോട്ട് പോകാം. ഹോമിൽ പോകുമ്പം സ്റ്റാർട്ടാവും മെഷീൻ. ഇനി ഹാർഡ് സെറ്റിങ്സ് ആണ്. ഇതാണ് മെയിൻ സെറ്റിങ്സ്. ഇത് ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രം പേഷ്യൻ്റ് മാറ്റാനുള്ളൂ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മാറ്റുമ്പം ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമേ ഇത് മാറ്റാനുള്ളൂ പേഷ്യൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട്. ഇത് നോബും ഇതും പ്രസ് ചെയ്ത് വയ്ക്കണം 10 സെക്കൻഡ്സ്. ഇത് ക്ലിനിക്കൽ സെറ്റിങ്സ് അല്ലെങ്കിൽ ഹാർഡ് സെറ്റിങ്സിലോട്ട് പോകും. പിന്നെ ഇതിൽ സെയിം നമ്മളുടെ കയ്യിൽ ഹോമിലോട്ട് തിരിച്ചു പോകാം. ഇത് മെയിൻ സെറ്റിങ്സ്. ഇത് റിപ്പോർട്ടുണ്ട് നമ്മൾ ആ സോഫ്റ്റ് സെറ്റിങ്സിൽ കണ്ടത്. പിന്നെ ഇതൊക്കെ അലാമിൻ്റെ ഫങ്ഷൻസ്. ലോ പ്രഷർ, ഹൈ പ്രഷർ. ഇതിൻ്റെ താഴെ പോകുമ്പോൾ അലാം അടിക്കണം. ഹൈ 30ൻ്റെ മേളിൽ പോകുമ്പോൾ മീൻസ് അങ്ങനെ. പിന്നെ ലോ MV, ലോ റെസ്പിറേറ്ററി റേറ്റ്, ഹൈ റെസ്പിറേറ്ററി റേറ്റ്. 6ൻ്റെ താഴെ പോയാൽ അല്ലെങ്കിൽ 40ൻ്റെ മേളിൽ പോയാൽ ആ കേസ് അലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ. ഇതെല്ലാം ഡിഫോൾട്ടിലാണ് കിടക്കുന്നത്. പിന്നെ മെയിൻ സെറ്റിംഗ് യൂണിറ്റ് CM, MESH2, പ്രഷറിൻ്റെ യൂണിറ്റ്, ടൈം ഫോർമാറ്റ് ഏതിലാണ് വേണ്ടി 12, 24. ഇതൊക്കെ ബേസിക് അല്ല. റൺ ടൈം 0 hours ഓബ്വിയസ്ലി, പുതിയ മെഷീന്. പിന്നെ മെയിൻ സെറ്റിങ്സ് ഈ മോഡുണ്ട്, S/T. പിന്നെ CPAP ഉണ്ട്, T ഉണ്ട്. അത്രയും മോഡുണ്ട്. അപ്പം ജനറലി S/Tയിലാണ് വയ്ക്കുന്നത്. ബാക്കി ഡോക്ടർ ഏതാ പറയുന്നത് അതിലോട്ട് വയ്ക്കാം. മാക്സിമം റാം 60 minutes മീൻസ് 60 minutes വരെ മെഷീൻ ആളിന് കംഫർട്ടബിൾ ആക്കും. അത് കഴിഞ്ഞിട്ട് ഈ സെറ്റിങ്സിലോട്ട് മാറും. റാമ്പിൻ്റെ പ്രഷർ ഏതാ ഡിഫോൾട്ട് എടുക്കുന്നത്. മാക്സിമം APAP, മിനിമം APAP. പിന്നെ EPAP ഉണ്ട്. ഇതാണ് റേഞ്ച് നമ്മുടെ ബൈപാപ്പിൻ്റെ. പിന്നെ മോഡ്. ഇത്ര സാധനമാണ് മെയിൻ സെറ്റ് ചെയ്യേണ്ടത് ഒരു പേഷ്യൻറ്റിന് കൊടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് സെറ്റ് ചെയ്യുക. ഇത് റേഞ്ചാണ്, മീൻസ് മെഷീൻ ഈ റേഞ്ചിൻ്റെ അകത്തോടും 4 to 20, 4 to 12. TI, T-Max ഇതെല്ലാം ഡോക്ടർ പറഞ്ഞാൽ മാത്രം ചെയ്യാനുള്ളൂ. മെയിൻ നമ്മൾ ഈ സാധനങ്ങളാണ്, മോഡും IPAPും EPAPും. പിന്നെ വോള്യൂമെട്രിക് ചെയ്യണമെങ്കിൽ അതും ഉണ്ട് ഇതിൽ ഓപ്ഷൻ. ഓട്ടോ ഓൺ എപ്പോഴും ഓൺ ഇരിക്കണം, ഓട്ടോ ഓഫ് എപ്പോഴും ഓഫ് ഇരിക്കണം. ഓട്ടോ ഓഫ് ഓൺ ചെയ്താൽ മെഷീൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. അപ്പോൾ അതെപ്പോഴും ഓഫ് ഇരിക്കണം. ലീക്ക് അലേർട്ട് നിങ്ങൾക്ക് ഓൺ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതെല്ലാം ഡിഫോൾട്ടിൽ സെറ്റായിപ്പം. ഇനി ഹോമിലോട്ട് പോകാം. അത്രേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് നമ്മളൊരു ടെസ്റ്റിംഗ് ചെയ്യുക. വെറുതെ ഇങ്ങനെ ബ്രീതിങ് പാറ്റേൺ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇപ്പം കുറച്ച് നേരം ബ്രീത് ഇല്ല, അപ്പം കൂടുതൽ മെഷീൻ എയർ പുഷ് ചെയ്യും. വെറുതെ ഇത് ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം താഴെ കാണിക്കും ഈ മെഷീൻ. മോഡ്, IPAP, EPAP. ഓക്കെ. ഇപ്പോൾ ഈ ലോ പ്രഷർ കാണിക്കുന്നുണ്ട്. ട്യൂബ് ഡിസ്കണക്റ്റഡ് കാണിക്കുന്നുണ്ട്. ട്യൂബ് നമ്മൾ ഡിസ്കണക്റ്റഡ് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പം ഇത് പ്രസ് ചെയ്യുക, ഇത് മാറ്റും.